ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നവരാത്രിയുടെ 9ാം ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടതുപോലെ ഇന്നേക്ക് പിങ്ക് കളറാണ്. ശമ്പൂട്ടൻ രാവിലെ എണീറ്റു, ശമ്പൂട്ടനും ഞാനും രാവിലെ എണീറ്റു, ഫ്രഷപ്പായി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു കേട്ടോ. ഇന്നത്തെ പ്രത്യേകത അറിയാലോ, നമ്മൾ ഇന്നലെ വൈകിട്ട് ബുക്കൊക്കെ പൂജ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അടിപൊളിയായിട്ട് നമ്മൾ എണീറ്റ് ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള 2 ദിവസങ്ങൾ നവമിയാണ്. അതങ്ങനെ തിഥിയുടെ വ്യത്യാസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് 2 ദിവസത്തേക്ക് ഇനി നമുക്ക് ആയുധപൂജയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ ബുക്സ് എല്ലാം ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് എവിടേക്കാണ് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂജ വെക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് നമ്മുടെ ഒരു കുഞ്ഞ് സ്റ്റിച്ചിങ് മെഷീനും അതേപോലെ നമ്മുടെ ഒരു സൈഡ് ബിസിനസ്സായിട്ടുള്ള ചെറിയൊരു ഇൻകമൊക്കെ നമുക്ക് തരുന്ന നമ്മുടെ കേക്കിൻ്റെ ബീറ്ററും കൂടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി 2 ദിവസം നവമിയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് പൂജ വെക്കാം. ചിലയിടത്തൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുമോ എനിക്കറിയില്ല. ചിലയിടത്തൊക്കെ ഇന്ന് രാവിലെ തന്നെയാണ് പുസ്തകങ്ങളും പൂജ വെക്കുന്നത്. അപ്പോൾ ശരി, രാവിലെ നല്ല കുളുകുളൂന്നുള്ള മഴയാണ്. നമ്മുടെ 9 ദിവസവും നവരാത്രിയുടെ ഓരോ ദേവിമാരുടെ ആ ഒരു പരീക്ഷണ കാലങ്ങളും അവരുടെ ഒരു തീവ്രമായ യുദ്ധകാലങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ആ ഒരു ശക്തി മൊത്തം ഇങ്ങോട്ടാണ് പെയ്തിറങ്ങുന്നതെന്ന് തോന്നുന്നു. ആൻഡമാനിൽ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ്. അപ്പം ഞാൻ റോബോട്ടിനെ പോലെ നമ്മൾ ഇന്നലെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് എടുത്തു വെച്ചു. അപ്പം പിന്നെ ഇന്നലെ വിളക്ക് കഴുകുമ്പം ഒരു കുഞ്ഞ് ചന്ദനത്തിരിയുടെ കഷ്ണം അവിടെ വീണ് പോയിരുന്നു കേട്ടോ, മുഴുവൻ കത്തി തീരാത്തത്. അതുകൊണ്ട് ഞാൻ അത് രാവിലെ കിട്ടിയപ്പം അതവിടെ കത്തിച്ചു വെച്ചു. അപ്പോൾ നല്ല സ്മെല്ലല്ലേ അടുക്കളയൊക്കെ, നമുക്ക് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് മഴയത്ത്. അപ്പോൾ നമ്മൾ ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ നവരാത്രിയുടെ സമയങ്ങളിലെല്ലാം ഒന്നാമത് എനിക്ക് മഴ പെയ്യുമ്പോൾ എൻ്റെ കോഫീൻ്റെ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പണ്ട് 2ഉം 3ഉം കോഫി കുടിച്ചിരുന്നിടത്ത് ഇപ്പം ഒരു കോഫിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, രാജസ്ഥാനി, അവരും കൂടെ വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ജസ്റ്റ് അവരുടെ കോഫി കുടിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം കോഫി വെക്കാമെന്ന് കരുതി ഞാൻ പാലെല്ലാം കാച്ചി. അപ്പോൾ ശമ്പൂട്ടിന് ഒരു ചോക്ലേറ്റ് മിൽക്കും എനിക്കും അവൾക്കും കോഫി ഇടാമെന്ന് കരുതിയിട്ട് നമ്മുടെ കോണ്ടിനെൻ്റലിൻ്റെ കോഫി സാഷറ്റാണ് ഞാൻ, ചെറിയ പൗച്ചിലെ അതാണ് എടുക്കുന്നത്. കാരണം എനിക്ക് വലുത് മേടിച്ചാൽ എപ്പോഴും കട്ടിയായിപ്പോൾ. പിന്നെ ആ ഗ്യാസിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന സാധനമില്ലേ, അത് നമ്മൾ എന്തെങ്കിലും പൊരിക്കുകയോ എണ്ണയുടെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അതവിടെ വെച്ചിട്ട് ചെയ്താൽ അങ്ങോട്ടേക്ക് ടൈലിലേക്ക് തെറിക്കില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം ടൈൽ ജോയിൻ്റ് ഒക്കെ ഇല്ലേ, നമ്മൾ തുടച്ചാലും ആ ഒരു വൃത്തിയാവില്ല. അപ്പം മാക്സിമം എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ അത് അങ്ങോട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം അവിടെ നമ്മുടെ ആ ഷീറ്റ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മെറ്റലിൻ്റെ ഒരു ഷീറ്റാണത്, അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാല്, ശമ്പൂട്ടനുള്ള ചോക്ലേറ്റ് മിൽക്കും എടുത്തു. അതേപോലെ നമുക്ക് 2 പേർക്കുമുള്ള കോഫിയും കൂടെ കൂട്ടുന്നുണ്ട്. അവൾ കുഞ്ഞിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നേരം ഇരിക്കാമല്ലോ. അപ്പം പയ്യെ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ അവൾ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കുഞ്ഞിൻ്റെ ഫേസ് ചെറുതല്ലേ, 5 മാസമല്ലേ പ്രായമായിട്ടുള്ളൂ, 5-6 മാസം ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനായിട്ടിനിയും കുഞ്ഞിൻ്റെ ഫോട്ടോ ഒന്നും അങ്ങനെ യൂട്യൂബ് ചാനലിലൊന്നും ഇടണ്ടെന്ന് കരുതിയിട്ട് എന്തായാലും അവളെ ബ്ലർ ചെയ്തേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ഒരു 5 മിനിറ്റോളം അവളെ കാണിച്ചിട്ടുണ്ട്. അപ്പം സൃഷ്ടി എന്നാണ് മോളുടെ പേര്. അപ്പം അവൾ താല്പര്യം മീൻസ് അങ്ങനെ ബ്ലർ ചെയ്ത് കാണിക്കുന്നതിലും നല്ലത് കാണിക്കാതിരിക്കുന്നതല്ലേ എന്ന് കരുതിട്ടോ. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് നമ്മളിതാ റോബസ്റ്റ പഴത്തിൻ്റെ പച്ച ഉണ്ടായിരുന്നേ, അത് ബോയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് അമ്മ പറഞ്ഞിട്ട് ഞാനെടുത്ത് പുഴുങ്ങാണ് കേട്ടോ. നേന്ത്രക്കായ് നമ്മൾ പച്ചയ്ക്ക് പുഴുങ്ങി വ്രതത്തിൻ്റെ സമയത്തൊക്കെ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുഴുങ്ങാമെന്ന് കരുതി വെച്ചിട്ടുണ്ട്. ഈ മഴ കാണുമ്പോൾ എനിക്കങ്ങ് പേടിയാണ്. കാരണം ഏറ്റവും ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രഷറുണ്ട്, മഴയുടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കുറേ നേരം കണ്ടതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കുന്ന പാത്രമായിരുന്നു അതിനകത്ത് ഇനി വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കാൻ വേണ്ടി പോയി. പാല് തിളപ്പിച്ച് വെക്കുമ്പോൾ തന്നെ ശമ്പൂട്ടൻ നല്ല ഡീസൻ്റായിട്ട് വന്ന് കുടിക്കും. പണ്ട് എനിക്ക് ഇതായിരുന്നു ഏറ്റവും ടെൻഷൻ, ഇവൻ പാല് കുടിക്കുകയില്ലായിരുന്നു. അപ്പം കുഴപ്പമില്ല, ഇപ്പോൾ കുടിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ തന്നെ. പിന്നെ നമ്മുടെ ബെഡ് ഇരിക്കുന്ന അത്രയും ഭാഗത്ത് ഒരു
കറുത്ത ഷെയ്ഡ് അടിച്ചേക്കുന്ന കണ്ടോ, അത് ഈ കട്ടിലിരിക്കുന്ന കുട്ടികൾ, ഇതിപ്പം ശമ്പൂട്ടനായാലും ചെറിയ ചെറിയ മക്കളില്ലേ, അവരൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ഉള്ള ചാരുന്നതിൻ്റെ ആ ഒരു ഭാഗവും അവിടെ കിടന്നിട്ട് ഇങ്ങനെ ചവിട്ടുന്നതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ. അപ്പം ശമ്പൂട്ടൻ അല്ലാതെ ഇവിടെ 5 മക്കളാണ് കളിക്കാൻ വരുന്നത്. ഇപ്പോൾ അവരൊക്കെ എന്തായാലും നാട്ടിൽ പോയിരിക്കുകയാണ് നവരാത്രിയുടെ അവധിയായിട്ട് കേട്ടോ. അപ്പം അവരെല്ലാവരും കൂടെ കളിക്കുമ്പോഴും അങ്ങനെ ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു കട്ടിലിട്ടതിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ളത്. അപ്പോൾ എന്തായാലും ദാ അവരെത്തി. അപ്പോൾ കോഫി കൊടുക്കാൻ നേരം കായ് പുഴുങ്ങിയത് റെഡിയായാൽ നോക്കാൻ ചെന്നപ്പോഴാണ് ആ ഗ്യാസ് ഓഫായിരിക്കുന്നത് കണ്ടത്. അപ്പോൾ മനസ്സിലായി ഗ്യാസ് കഴിഞ്ഞു എന്ന്. നമ്മൾ എപ്പോഴും റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിനി ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം അത് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് പുഴുങ്ങിയെടുത്തു കേട്ടോ. പുഴുങ്ങിയെടുത്ത് ഇതെല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ ശമ്പൂട്ടൻ അപ്പോഴത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനിനിയും വേറെ ലഞ്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ലഞ്ചായിട്ടും എടുത്തത് കേട്ടോ. കാരണം അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല, കോഫി കുടിച്ച് വർത്താനം പറഞ്ഞ് കുഞ്ഞിൻ്റെ കൂടെ അങ്ങ് ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കളിയും നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങും ഉച്ചയ്ക്ക് തന്നെ അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ എൻ്റെ കോഫി ഞാൻ കുടിക്കാതെയാണല്ലോ ഡോറൊക്കെ തുറക്കാൻ പോയത്. അപ്പോൾ ആ കോഫി ഒന്നും കൂടെ ചൂടാക്കിയിട്ട് വന്നിട്ട് പഴം പുഴുങ്ങിയതിൻ്റെ കൂടെ, പഴമല്ല പച്ചക്കായി എന്നും പറയാൻ പറ്റുമോ, നമ്മുടെ റോബസ്റ്റയുടെ പച്ചക്കായി പുഴുങ്ങിയതും ഒരു കോഫിയും മുളക് ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. അവരങ്ങ് പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം നല്ല മഴയാണ്. അപ്പോൾ കുഞ്ഞിന് ഉറങ്ങേണ്ട സമയമായി. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് ഉറങ്ങേണ്ട സമയമായപ്പോൾ അവരങ്ങ് പോയി. ഞാൻ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് തണുത്തു പോയ കോഫി വീണ്ടും ചൂടാക്കി കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ശമ്പൂട്ടിന് വിശന്നു. ആണോ? എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അതിനകത്ത്? ഒന്നും ഇടാതെ മാഗിയോ? മസാല, ഒല്ലി മസാല. ഓണിയൻ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഒന്നും വേണ്ട. ഇന്നത്തെ ലഞ്ച് ഇതാണോ? ചോറ് വേണ്ട? വൈ? ഡിന്നറിന് എന്താ വേണ്ടേ? ഇത് സേവ് ആക്കൂല, ഇതിപ്പോൾ കഴിക്കുമല്ലോ. എന്ത് ദോശ? കറിയോ? എന്ത് കറിയാ വേണ്ടേ? മകള് ചമ്മന്തിയും ദോശയോ? ശമ്പൂട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹൈടെക് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി എന്ന് പറയുന്നത്, അതായത് ഉള്ളി ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പം അത് ഡിന്നറിന് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൻ്റെ മാഗി എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പ്ലേറ്റിൽ കൊണ്ട് വെച്ച് കൊടുത്തു. അവൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അവിടെ നിന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പം അത് ഉണ്ടാക്കി അവൻ കഴിക്കുന്ന സമയത്തിന് പിന്നെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലും നല്ല മഴയൊക്കെയാണ്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇവിടുന്ന് ബേബി ഷവറൊക്കെ നടത്തി വെച്ചിട്ടുള്ള രശ്മിയില്ലേ, അവരും വിളിച്ചു, കുഞ്ഞാവിനെയൊക്കെ കണ്ടു, കുറേ നേരം സംസാരിച്ച് അങ്ങനെ സമയം പോയി. അത് കഴിഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ശംഭുവിന് പിന്നെ ഒരു സ്നാക്സ് കഴിക്കാൻ തോന്നി, പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഈ മഴ വരുമ്പോഴേ നമുക്ക് വിശപ്പല്ല, ഇങ്ങനെ സ്നാക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള തോന്നലുണ്ടാവുക. നമുക്കേ അങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണോ? അപ്പോൾ പാലും പോപ്കോണും എല്ലാം റെഡിയാക്കി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഈ ലൈറ്റും ഫാനും നമ്മുടെ ഡോറും എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം ഓഫ് ചെയ്യൂ, TV മാത്രം വെച്ചാൽ മതി, എനിക്ക് മൂവി നൈറ്റ് വേണമെന്ന്. കാരണം പോപ്കോൺ ഉണ്ടല്ലോ, അതുകൊണ്ട് മൂവി നൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യിപ്പിച്ച് ഫാനും ഓഫ് ചെയ്യിപ്പിച്ചു കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്, നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം അതൊക്കെ ഓഫ് ചെയ്ത് ആൾ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ടു. അപ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നു. പിന്നെ ശമ്പൂട്ടനും കുളിച്ച് ഫ്രഷായി വന്നു. വിളക്കൊക്കെ കൊളുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കുഞ്ഞിപ്പെണ്ണ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നു. ഒരു 2, 2.5, 3 മണിക്കൂറൊക്കെ ആൾ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റിട്ട് ഫീഡ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. അപ്പം ഇനിയിപ്പം വയ്യായപ്പോൾ ഒരു 8 മണിയൊക്കെ ആവും വരാൻ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ 6 മണിക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു 6:10 ആകുമ്പം, ഒരു 6:10, 15 ആകുമ്പം ആൾ വരും. പിന്നെ അച്ഛൻ വന്നിട്ട് അവരുടെ ബയ്യ വന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ. കാരണം കുഞ്ഞിനും ബോറിംഗ് അല്ലേ, ശമ്പൂട്ടനും ബോറിംഗ് ആണ്. കാരണം മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ശമ്പൂട്ടനെ അപ്പുറത്തേക്ക് വിടാറില്ല, കാരണം കുഞ്ഞാവയുടെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട, കാരണം ചെറിയ കുട്ടികളുള്ളവർക്കല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പം ഇങ്ങോട്ടേക്ക് വരും. അവർക്കും സന്തോഷമാണ് ഇവിടെ വരാനും വന്നിരിക്കാനും. എപ്പോഴും പറയും ഇവിടെ വന്നിരുന്നാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പൊതുവെ കുഞ്ഞുങ്ങളായാലും ഇവിടെ വന്നിരുന്നാൽ അങ്ങനെ അധികം കരയാറോ അല്ലെങ്കിൽ അങ്ങനെ അധികം കുറുമ്പ് കാണിക്കാറൊന്നുമില്ല. അതെന്താണെന്നറിയില്ല. ഞാനാണെങ്കിൽ എല്ലാ സാധനവും ഈ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം അവരുടെ ഒരു കണ്ണിന് നേരെ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. എല്ലാം ഒന്ന് എടുത്ത് നോക്കും, തിരിച്ചവിടെ വെക്കും എന്നല്ലാതെ ഇവിടെ വന്ന് ആരും അങ്ങനെ ഒന്നും നശിപ്പിക്കാറും കാര്യങ്ങളും ഒന്നുമില്ല. ശമ്പൂട്ടനും അങ്ങനെ തന്നെയാണ്. അപ്പം എല്ലാവരും പൊതുവെ ഇവിടെ വന്ന് പറയുന്നതാണ് എല്ലാവരും കേട്ടോ, കുട്ടികൾ വന്നാൽ ഇവിടെ വന്ന് അധികം കുറുമ്പ് കാണിക്കാറില്ല. നമ്മളായിട്ട് എടുത്തിട്ട് കൊടുക്കുന്ന ടോയ്സൊക്കെ എടുത്ത് കളിക്കും, പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതുപോലെ വെക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം ശമ്പൂട്ടന് ദോശയും മുളക് ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ മുളക് ചമ്മന്തി അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. മുളക് ചമ്മന്തി പോലെ തന്നെ ആൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പനീർ കറി. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു ചെറിയ വെർഷൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. കാഷ്യൂനട്ടാണ്. നമ്മൾ ഈ സാധനം ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റുന്ന കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടെ കുതിർത്തിട്ടിട്ട് വഴറ്റിയിട്ട് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ച് ചേർക്കും. അതല്ലെങ്കിൽ കാഷ്യൂനട്ട് സെപ്പറേറ്റ് കുതിർത്തിട്ട് അരച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി പോർഷൻ നമുക്കിതായിപ്പോൾ ഒരു നേരം കഴിക്കാനുള്ള അത്രയും മാത്രം ഒരു തക്കാളിയും ഒരു കുഞ്ഞി സവാള ഉള്ളിയും അതിനുള്ള സാധനങ്ങളും എടുത്തിട്ട് അങ്ങനെ കുറച്ച് പനീർ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി കേട്ടോ. കാരണം ഇന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്, നാളെ എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ, ചീത്തയാവില്ല ഇത്. പക്ഷേ വ്രതമായതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചു. പൊതുവേ ഡിന്നറോട് കൂടി നമ്മുടെ വീഡിയോസൊക്കെ അവസാനിപ്പിക്കാറാണ്. ഇന്നിതാ നമ്മൾ കിച്ചണിലെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കളയെല്ലാം വൃത്തിയാക്കി നാളേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ചെയ്യും, പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കിടക്കാൻ വേണ്ടി വരികയാണ്. അപ്പം എന്തായാലും റൂമിലേക്ക് വെള്ളമൊക്കെ എടുത്തിട്ട് വരും. ഇനി രാത്രി അതിന് വേണ്ടി പോകേണ്ട വരത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് നമ്മൾ രാവിലെ ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും, പക്ഷേ മുദ്ര ശ്രദ്ധിക്കണം. കാരണം രാവിലെ ഇട്ടത് സെയിം ഡ്രസ്സ് തന്നെയാണ്, പക്ഷേ അതിന് സ്ലീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്ലീവില്ല. ഇത് ശമ്പൂട്ടന് 5 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ നമ്മൾ കാർവാറിലായിരുന്നപ്പോൾ കൊറിയർ അയച്ചു തന്നതാണ്. പക്ഷേ അതിന് ഇടാനുള്ള സൈസായത് 5 വയസ്സായപ്പോഴാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കോണേ, ഈ 5 വർഷം ഞാൻ ഈ ഡ്രസ്സ് കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു, ഒന്ന് ഇടാൻ. അത്രയും നല്ല ഡ്രസ്സായിരുന്നു ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്ത് സെറ്റായിട്ട് വരുന്നതാണ് ഒന്ന് സ്ലീവ് ഉള്ളതും ഒന്ന് സ്ലീവ് ഇല്ലാത്തതും പോലെ. ഇപ്പോഴാണ് കുട്ടിക്കത് ഇടാൻ കറക്റ്റ് പരുവമായത്. 5.5 മാസത്തിൽ അമ്മ അയച്ചു തന്നതാണ്. അപ്പോൾ അമ്മയുടെ ഒരു ദീർഘവീക്ഷണം ഒന്ന് ആലോചിച്ചോണേ. ആ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അമ്മ എടുത്തു, സൈസൊന്നും നോക്കാണ്ടേ. അപ്പോൾ ഈ ഒരു ആംഗിളിൽ മറ്റേ ക്യാമറ വെച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ലൈറ്റ് കാരണം ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിപ്പോയി. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രിയിലെ പരിപാടി എന്താ, നമ്മൾ മുടിയൊക്കെ ഉണങ്ങി അതൊന്ന് പിന്നിക്കെട്ടി വെക്കും. അപ്പോൾ ശമ്പൂട്ടന് ഇവിടെയും ബാസ്കറ്റ് ബോൾ കളിയാണ് കേട്ടോ. അപ്പോൾ മുടിയെല്ലാം കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്ത് വരുമല്ലോ. പ്രത്യേകിച്ചൊന്നും നമ്മൾ ഡേ ടൈമിൽ ഒന്നും മേക്കപ്പ് ഒന്നും ഇല്ല, എന്നാൽ ഫേസ് വാഷൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം ബോഡി ലോഷനൊക്കെ ഇട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. ഇതിനിടയിലുള്ള പല കാര്യങ്ങളുണ്ട്, നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മുടെ വ്രതത്തിൻ്റെ സമയത്ത് ഇന്നലെ ദിവസം എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് പറയൂ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഹാപ്പി നവരാത്രി. താങ്ക് യു.